നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ കോളയാട് ടൗണിൽ റോഡരികിലെ ഉണങ്ങിയ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. ഇരട്ടി പേരാവൂർ റൂട്ടിൽ ഓവുചാൽ നിർമ്മിക്കുന്നതിനൊപ്പം റോഡരികിൽ കുഴിയെടുത്ത സംഭവം. ആളുകൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ റോഡരികിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കി. വാർത്തകൾ വിശദമായി. തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ കോളയാട് ടൗണിൽ റോഡരികിലെ ഉണങ്ങിയ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. മരങ്ങൾ ഉണങ്ങിയ അപകടാവസ്ഥയിലായിട്ടും അധികൃതർ മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിൽ കോളയാട് ടൗണിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തും പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് സമീപത്തുമുള്ള 2 മരങ്ങളാണ് അപകട ഭീഷണി തീർക്കുന്നത്. പൂർണ്ണമായും ഉണങ്ങിയ ഒരു കണിക്കൊന്നിയും ഒരു പ്ലാവുമാണ് ഏതു നിമിഷവും നിലംപൊത്താറായി നിലകൊള്ളുന്നത്. ഈ 2 മരങ്ങളും സാമൂഹിക വിരുദ്ധർ ഉണക്കി നശിപ്പിച്ചവയാണ്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഉണങ്ങി അപകട ഭീഷണിയിലായ ഈ മരങ്ങളുടെ സമീപം ഓട്ടോ സ്റ്റാൻഡും വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. മരങ്ങൾ ഉണങ്ങി അപകടാവസ്ഥയിലായിട്ടും അധികൃതർ മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. മരം മുറിച്ചു നീക്കാൻ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിരവധി വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡരികിലെ ഈ മരങ്ങൾ എത്രയും വേഗം അധികൃതർ മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പഞ്ചായത്തിൻ്റെയും മറ്റുള്ള സ്ഥാപനങ്ങൾ തൊട്ടുമുന്നിലായി നിത്യവരി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഒട്ടേറെ വാഹന സർവീസ് നടത്തുന്ന മെയിൻ റോഡിൽ ഈ ഒരു കൊന്നമരം, ഇത് നല്ല രീതിയിലുള്ളൊരു മരമായിരുന്നു. തണൽ മരമായി നിന്ന മരം ആരോ ഉണക്കിയതാണ്. ഉണക്കിയെങ്കിൽ ഇത് 6 മാസം കഴിഞ്ഞിട്ടും ഇതൊരു അപകട നിലയിൽ തരണം ചെയ്ത് അപകട നില കാണുന്നത്. ഒരാളിത് മുറിച്ച് നീക്കണമെന്നോ അല്ലെങ്കിൽ ഇത് അപകട മേഖല എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആരും അധികൃതർ ചിന്തിക്കുന്നില്ല. ഇതൊരു വലിയൊരു അപകടം വന്നാലേ ഇവരതിന് ചിന്തിക്കുമെങ്കിൽ അത് വരുന്നവരെ കാത്തിരിക്കാമെന്ന്, അത് എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റി ടൗണിലുണ്ടാകുന്ന ഈ അപകട സ്ഥിതി മാറ്റി തരണമെന്ന് അധികൃതർ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതൊന്ന് ചെയ്തു തരണമെന്ന് വിനീതമായി അവർ അപേക്ഷിക്കുകയാണ്. കൊടുത്തിനാ നമ്മൾ രേഖാമൂലം അതിന് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് PWDൻ്റെ അനുമതി വേണോ. നമ്മൾ പറഞ്ഞ് എങ്ങനെയായാലും ഇത് വീഴുന്നതിലടക്കം അപകടം പറ്റുന്നതിലടക്കം ഇന്ന് മുറിച്ച് മാറ്റണമെന്നില്ല പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ് കുറേ താമസം പിടിക്കും, PWDൻ്റെ അനുമതി വേണോ, അത് പറയാമെന്നാണ് പറഞ്ഞത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരട്ടി പേരാവൂർ റോഡിൽ ഓവുചാലിലെ വെള്ളം ഒഴുക്കി പോകാൻ റോഡരികിൽ കുഴി കുത്തിയ സംഭവം വാർത്തയായതോടെ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കി. ഇരട്ടി പേരാവൂർ റൂട്ടിൽ ഉവാപ്പള്ളിയിലാണ് ഓവുചാൽ നിർമ്മിക്കുന്നതിനോടൊപ്പം റോഡരികിൽ വലിയ കുഴിയും കുത്തിയത്. ഇതേക്കുറിച്ച് ഹൈവിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇത്തരമൊരു സംവിധാനം നാട്ടുകാരും കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. കുട്ടികളുൾപ്പെടെ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബന്ധപ്പെട്ട അധികൃതർ വലിയ കുഴി മൂടാതെ അതിനു ചുറ്റും കമ്പുകൾ കുത്തി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയത്. റോഡിലെ വെള്ളം ഓവുചാലിലൂടെ ഒഴുക്കിക്കളയേണ്ടതിന് പകരമാണ് ഇത്തരമൊരു കുഴിയെടുത്തത് എന്നുള്ള കാര്യം ഓർക്കണം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. റോഡരികിൽ വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും വീഴ്ത്താൻ ജലവകുപ്പിന്റെ കുഴി. കേളകം കൊട്ടിയൂർ റോഡരികിലാണ് പൈപ്പ് പൊട്ടി വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കേളകം ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറക്കമിറങ്ങി കൊട്ടിയൂർ റോഡരികിൽ വാട്ടർ അതോറിറ്റിക്കാരുടെ കുഴി വൻ അപകട ഭീഷണി ഉയർത്തുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടതാണ് ഭീഷണി ഉയർത്തുന്നത്. കഴിഞ്ഞ 3 മാസത്തോളമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുകയും ഈ കുഴി അപകട ഭീഷണി ഉയർത്തുകയും ചെയ്തിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പൈപ്പ് പൊട്ടിയിട്ട് ഏകദേശം ഒരു 2 മാസത്തിനടുത്തായി. ദിവസവും രാവിലെ ഇഷ്ടം പോലെ വെള്ളം ഇതിൽ ഒരേ പോക്ക്, ആള് ബൈക്കുമായിട്ട് വീഴാൻ തുടങ്ങുന്നു. ഇത് വാട്ടർ അതോറിറ്റിയുടെ ഒരു അനാസ്ഥയാണെന്നേ പറയാനുള്ളൂ. ഈ കുഴി ഒരു അപകട ഭീഷണിയാണോ? കുഴി അപകട ഭീഷണി തന്നെയല്ലേ, ഇവിടെ വീതിയും കുറവല്ലേ. വാഹനങ്ങളിൽ വന്ന് വീണിട്ടില്ല ഇതുവരെ, വീഴാൻ സാധ്യതയുണ്ട്. ഈ കുഴി കാണാൻ പറ്റുന്നുണ്ട്? എവിടെ കാണുന്നില്ലല്ലോ, പുല്ല് പിടിച്ചു വെക്കല്ലേ. നമ്മൾ രാവിലെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ വെള്ളം പോകുന്നതുകൊണ്ട് നമ്മൾ കാണുന്നു. വെള്ളം പുറത്തേക്ക് കൊടുക്കുന്നുണ്ടല്ലേ? പിന്നെ രാവിലെ മുതൽ വെള്ളം ടാങ്കിൽ തീരുമ്പോൾ വെള്ളം നിൽക്കും. വെള്ളത്തിനെക്കാട്ടും ഭീഷണി ഈ കുഴി തന്നെയല്ലേ? കുഴി തന്നെ ഭീഷണി. ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഈ കുഴിയിൽ വീഴുന്നത് നിത്യസംഭവമായിട്ടും വാട്ടർ അതോറിറ്റിക്കാർ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധമുയർത്തുകയാണ് നാട്ടുകാർ. പൊട്ടിയ പൈപ്പ് നന്നാക്കി കുഴി അടിയന്തരമായി അടക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. മുസ്ലിം ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം തദ്ദേശീയം 2025 ഏകദിന ശില്പശാല ഇരട്ടി A2H ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു.
മുസ്ലിം ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം തദ്ദേശീയം 2025 എന്ന പേരിൽ ഏകദിന ശില്പശാല ഇരട്ടി M2H ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അൻസാരി തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളെയും മടക്കി പ്രതിഷ്ഠിച്ച് ഒരു വാർഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും മാറ്റം വരികയാണ്. അപ്പം അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചവരുണ്ട്. പഞ്ചായത്ത് വാർഡ് എന്ന് പറയുന്നത് ആരാണോ സെക്രട്ടറിയാണ് പ്രപ്പോസൽ സമർപ്പിക്കുക. ആ സെക്രട്ടറി സമർപ്പിക്കുന്ന പ്രപ്പോസൽ എന്ന് പറയുന്നത് അത് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആളുകളാണ്. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഒരൊറ്റ പഞ്ചായത്തും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളില്ല. എന്നാൽ പേരാവൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും സെക്രട്ടറിമാർ ഇന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്ന സെക്രട്ടറിമാർ എന്ന നിലക്ക് അവർ അവരുടേതായിട്ടുള്ള ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് അവിടുന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും വിടാതെ കേരളത്തിൻ്റെ നിയമസഭയിൽ നരേന്ദ്രമോദി എന്താണോ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അതേ രീതിയിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ നിയമസഭയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവിടുന്ന് ഒരു ബില്ല് കൊണ്ടുവന്ന് MM മജീദ് അധ്യക്ഷത വഹിച്ചു. ഒബാൻ ഹംസ, CK മുഹമ്മദ്, ഇബ്രാഹിം മുണ്ടേരി, കുടപ്പിയിൽ മുസ്തഫ, അരിപ്പിയിൽ മുഹമ്മദ്, C അബ്ദുള്ള, പൊയിലിയൻ ഇബ്രാഹിം, MK ഹാരിസ്, ഗഫൂർ മാസ്റ്റർ, KV റഷീദ്, ഖാദർ ഉളിയിൽ, PP ഇബ്രാഹിം, UP മുഹമ്മദ്, നാസർ കേളോത്ത്, തറാലിസ, സലാം വള്ളിത്തോട്, PK ബൽക്കീസ്, നൂർജഹാൻ, ഫവാസ് പുന്നാട്, M മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ആയുഷ് ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് 2ാം ബാച്ച് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇരട്ടി മലനാട് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഇരട്ടി മാടത്തിലെ ആയുഷ് ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് 2ാം ബാച്ച് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. എന്നൊരു മന്ത്രം പണ്ട് എൻ്റെ നാട്ടിലെ പാരമ്പര്യ വൈദ്യനായ കുഞ്ഞിപ്പടിയിൽ വൈദ്യർ എനിക്ക് എഴുതി തന്നിരുന്നു. ഞാനത് വന്ന് പഠിച്ച കുറേ വർഷമായി പഠിച്ചു. ഞാനിപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തെടുത്തു. വ്യാധിയെ തത്വവിജ്ഞാനം, രോഗത്തിനെ കുറിച്ചിട്ടുള്ള തത്വജ്ഞാനം അറിയും. വേദനായ അംശനിഗ്രഹം, വേദനയെ ഇല്ലാതാക്കുക. അപ്പോഴാണ് ഒരു വൈദ്യന്റെ വൈദ്യത്വം ഉണ്ടാവും. ഒരു വൈദ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഡോക്ടർ എന്ന് പറയുന്നതന്നെ വൈദ്യത്വം ഉണ്ടാകുന്നു. വൈദ്യ പ്രഭുരായുഷ. ഒരു വൈദ്യരും ആയുസിന്റെ പ്രഭുവല്ല. ആയുസ് കൂട്ടിക്കൊടുക്കാൻ, ആയുസ് നിശ്ചയിച്ചതിന് നേരത്തെ ആയി രോഗം കൊണ്ട് ഇല്ലാതായി പോകാൻ സാധ്യതയുള്ളതിനെ തടയാൻ പറ്റുമെന്നല്ലാതെ ഒരു നിശ്ചിത പ്രായത്തിൽ അപ്പുറത്തേക്ക് നമുക്കാർക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ എന്താണ് രോഗചികിത്സയുടെ പ്രധാനപ്പെട്ട ദൗത്യം മരണം വരെ സുഖമായി ജീവിക്കുക. മലനാട് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M വിനോദ് കുമാർ മുഖ്യ അതിഥിയായി. ആയുഷ് ക്ഷേത്ര മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിനോയ് രാജൻ, എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഡയറക്ടർ MD ജെയിംസ്, ഡോക്ടർ മീര മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കുതിച്ചുയർന്ന മത്സ്യവില കുറഞ്ഞു തുടങ്ങി, ഉപഭോക്താക്കൾക്ക് ആശ്വാസം. കുതിച്ചുയർന്ന മത്സ്യവില കുറഞ്ഞു തുടങ്ങി. കിലോക്ക് 400 കടന്ന മത്തിക്ക് മലയോരത്തെ വിപണികളിൽ 200 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ മത്സ്യലഭ്യതയിൽ ഉണ്ടായ വർധനയാണ് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകുന്നത്. നത്തോലിക്ക് 30 മുതൽ 40 വരെയും മത്തിക്ക് 200 മുതൽ 240 വരെയും വിലയായി കുറഞ്ഞിട്ടുണ്ട്. കിളിമീൻ 160 മുതൽ 200 വരെയും, ചൂര 150 മുതൽ 200 വരെയും, ചെമ്മീൻ 320 മുതൽ 380 രൂപ വരെയുമാണ് കുറഞ്ഞത്. 2 മാസത്തോളമായി മത്തിയടക്കമുള്ള മത്സ്യങ്ങൾക്ക് വൻ വിലവർധനയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മത്സ്യവില കുറഞ്ഞത് വാങ്ങാനെത്തുന്നവർക്ക് ആശ്വാസമാകുകയാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. റോഡിലെ വെള്ളക്കെട്ട് മാറ്റാൻ വാർഡ് കൗൺസിലറുടെ ഇടപെടൽ. ഹൈവിഷൻ വാർത്തയെ തുടർന്നാണ് ഇരട്ടി നരിക്കുണ്ടം റോഡ് കൗൺസിലർ ഇടപെട്ട് VV രവീന്ദ്രൻ ശുചീകരിച്ചത്.
റോഡിലെ വെള്ളക്കെട്ട് മാറ്റാൻ വാർഡ് കൗൺസിലറുടെ ഇടപെടൽ. ഇരിട്ടി നരിക്കുണ്ട റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചും മഴക്കാലത്ത് റോഡിൽ സ്ഥിരമായുണ്ടാവുന്ന വെള്ളക്കെട്ടിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഹൈവിഷൻ വാർത്തയാക്കിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വാർഡ് കൗൺസിലർ കെ നന്ദനന്റെ നേതൃത്വത്തിൽ രവീന്ദ്രൻ റോഡ് ശുചീകരിച്ചത്. ചെളിയും വെള്ളക്കെട്ടും രൂപപ്പെടാത്ത വിധം സമീപത്തെ കെട്ടിടം പൊളിച്ച അവശിഷ്ടങ്ങളും ചെങ്കല്ലുകളും സിമന്റ് കട്ടകളും മറ്റും അർബാനയിൽ കൊണ്ടുവന്ന റോഡ് ഉയർത്തുകയും ഇരുവശങ്ങളിലും വെള്ളം ഒഴുകിപ്പോവാനുള്ള ചാലുകൾ കീറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ആയുഷ് ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജിന്റെ 2ാം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ആയുഷ് ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജിന്റെ 2ാം വർഷ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയതായി ഭാരവാഹികൾ ഇരിട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ആയുഷ് ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ്, അതിൻ്റെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് കുട്ടികളുടെ കോൺവൊക്കേഷനെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ബാച്ചിൽ 36 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റും ജോലിയും ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആയുഷ് ക്ഷേത്ര ഈ നഴ്സിംഗ് കോളേജിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇതിൻ്റെ പ്രവർത്തന രംഗത്ത് വളരെ നല്ല നിലയ്ക്ക് കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാ ആളുകൾക്കും നല്ല അഭിപ്രായമുണ്ടാക്കുന്ന രൂപത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അത് വഴി ഏതാണ്ട് 36 കുട്ടികൾക്ക് ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും പുറത്തുമെല്ലാമുള്ള വിവിധങ്ങളായ ആയുർവേദ ആശുപത്രികളിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനും സാധിച്ചു. പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് ഇത് ഏറ്റവും നല്ല ഒരു കോഴ്സാണ്. കഴിഞ്ഞ വർഷമാണ് ഇരിട്ടി മാടത്തിൽ കോളേജ് ആരംഭിച്ചത്. 36 കുട്ടികളാണ് ആദ്യ ബാച്ചിലുണ്ടായിരുന്നത്. 36 കുട്ടികൾക്കും പ്ലേസ്മെൻറ്റിലൂടെ കേരളത്തിനകത്തും പുറത്തും ജോലി ലഭ്യമാക്കിയിട്ടുണ്ട്. പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് നൽകുന്ന സ്ഥാപനമാണ് ഇതെന്നും നിർധനരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. ഫീസ് തവണകളായി അടച്ചു തീർക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന സമയം 1500 രൂപയാണ്. ദൂരെ നിന്നും എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയാണ് കോളേജിൻ്റെ പ്രവർത്തനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് തോമസ് വർഗീസ്, ആയുർ ക്ഷേത്ര മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിനോയ് രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ക്ഷേത്രയുടെ കേരളത്തിലെ 6ാമത്തെ ക്യാമ്പസാണ് ഇരിട്ടിയിൽ മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയായിട്ട് സഹകരിച്ച് നടക്കുന്നത്. അതിൽ 2ാമത്തെ ബാച്ചാണ്. കഴിഞ്ഞ വർഷമാണ് ആദ്യത്തെ ബാച്ച് പഠിച്ചത്. 36 കുട്ടികളാണ് കഴിഞ്ഞ വർഷം പഠിച്ചത്. അതിൽ നമ്മൾ നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയൊക്കെ റെഫറൻസ് വരുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ അവരെല്ലാവരും കോഴ്സിന് ശേഷം പ്ലേസ്ഡായി ട്രെയിനിങ്ങിലേക്ക് പോയി അവർക്കൊരു സ്റ്റൈഫൻറ്റും ശമ്പളമൊക്കെ കിട്ടുന്ന നിലയിലേക്ക് അവരെത്തി. അപ്പോൾ അവരുടെ ഒരു റെഫറൻസും അങ്ങനെയുള്ള കുട്ടികളും പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടുമായിട്ട് ഇപ്പോൾ 2ാമത്തെ ബാച്ച് 50 കുട്ടികളായിട്ട് 2ാമത്തെ ബാച്ച് തുടങ്ങിയിരിക്കുകയാണിന്ന്. അതുപോലെ തന്നെ ഈ വർഷം ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ എൻക്വയറി വീണ്ടും കൂടുതലുണ്ട്. അതുകൊണ്ട് ഒരു ബാച്ചും കൂടെ മുമ്പോട്ട് വരുന്നുണ്ട്. പഠനത്തിൽ കുറച്ച് പുറകായിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ +2 ഏത് സബ്ജക്റ്റ് പാസ്സായിട്ടുള്ളവരാണെങ്കിലും പാസ്സായിട്ടില്ലാത്തവരാണെങ്കിലും മിനിമം SSLC ക്വാളിഫിക്കേഷൻ എന്ന നിലയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുറഞ്ഞ ഫീസ് തവണകളായിട്ട് അടച്ച് പഠിക്കാനും 7ാമത്തെ മാസം മുതൽ അവർക്കൊരു സ്റ്റൈഫൻഡിലൂടെ അടച്ച ഫീസ് തിരിച്ച് കിട്ടാവുന്ന രീതിയിലുമാണ് ഈ കോഴ്സ് പോകുന്നത്. ഇനി നമ്മൾ 50 കുട്ടികളുടെ ബാച്ചും കൂടെയാണ് ഇനി വരുന്നത്. അതായത് ഈ വർഷം നമ്മൾ 2 ബാച്ചാണ് ഇരിട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഇനി 15ഓളം അഡ്മിഷനും കൂടെ 15ഓളം സീറ്റും കൂടെ നമുക്ക് മിച്ചമുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. KSFE ഡയമണ്ട് ചിട്ടിയിൽ കേളകം ശാഖയിൽ നിന്നും സമ്മാനമായി ലഭിച്ച തുക ചികിത്സാ സഹായത്തിനായി നൽകി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാങ്കം. KSFE ഡയമണ്ട് ചിട്ടിയിൽ കേളകം ശാഖയിൽ നിന്നും സമ്മാനമായി ലഭിച്ച തുക ചികിത്സാ സഹായത്തിനായി നൽകി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം. കഴിഞ്ഞ ദിവസമാണ് KSFE കേളകം ശാഖയിൽ നിന്നും സമ്മാനമായി 10,000 രൂപ റോയി നമ്പുടാകത്തിന് ലഭിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ചുങ്കക്കുന്ന് സ്വദേശിക്കാണ് ധനസഹായം പ്രസിഡന്റ് നൽകിയത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിശ്വോത്സവം 2024 സംഘടിപ്പിച്ചു. പൗരസ്ത്യ സുവിശേഷ സമാജം പ്രസിഡന്റ് മാർക്കോസ് മോർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. പൗരസ്ത്യ സുവിശേഷ സമാജം പ്രസിഡന്റ് മാർക്കോസ് മോർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് കേരളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ.
കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു, കേരളത്തിലെ 10 വിദ്യാലയങ്ങൾ, നല്ല 10 വിദ്യാലയങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊന്ന് കേരളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളായിരിക്കും. കോർപ്പറേറ്റ് മാനേജർ തോമസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം V ഗീത, സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കാവണാട്ടേൽ, വാർഡ് മെമ്പർ സുനിത രാജു വാത്യാട്ട് എന്നിവർ ചേർന്ന് ആദരിച്ചു. NMMS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ മുഴുവൻ കുട്ടികളെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ബെഞ്ചിന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. MP സജീവൻ, അമ്പിളി സജി, EP ഐസക്, ഷീന ജോസ്, സിസ്റ്റർ മേരി KG, പ്രിൻസിപ്പാൾ NI ഗീവർഗീസ്, പ്രധാനാധ്യാപകൻ MV മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. നാളികേര വികസന ബോർഡിന്റെ സമഗ്ര നാളികേര പദ്ധതി പ്രകാരം 2ാം ഘട്ടം വളം വിതരണം പദ്ധതി ഉദ്ഘാടനം പൂളക്കുറ്റി പള്ളി പാരിഷ് ഹാളിൽ നടന്നു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നാളികേര വികസന ബോർഡിന്റെ സമഗ്ര നാളികേര പദ്ധതി പ്രകാരം 2ാം ഘട്ട വളം വിതരണ പദ്ധതി ഉദ്ഘാടനം പൂളക്കുറ്റി പള്ളി പാരിഷ് ഹാളിൽ നടന്നു. KR ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. B ചിന്നരാജ് പദ്ധതി വിശദീകരണം നടത്തി. ബോബി ജോൺ, ഷോജറ്റ് ചന്ദ്രൻകുന്നേൽ, ഫാബിയൻ തോമസ്, TJ ചെറിയാൻ, അനീഷ് PS, ആന്റണി ജേക്കബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വേക്കളം AUP സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. വേക്കളം AUP സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെ നേതൃത്വത്തിൽ ഇലക്ട്രോണിക് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. ജനാധിപത്യ വ്യവസ്ഥയുടെ നാഴികക്കല്ലായ തെരഞ്ഞെടുപ്പ് സംവിധാനവും അതിന്റെ വിവിധ ഘട്ടങ്ങളും ഇതിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അധ്യാപകരായ ജിജോ K ആന്റണി, നിഷ VI, ആസിദ് A, അനുശ്രീ G തുടങ്ങിയവർ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വാണിജ്യം. ഇരട്ടിയിൽ എഡ്യൂമാൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ഇരട്ടിയിൽ എഡ്യൂമാൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ സൂപ്പർ മാർക്കറ്റ്, വിശാലമായ ഷോറൂം, കാർ പാർക്കിംഗ് സൗകര്യം, ഓൺലൈൻ പർച്ചേസിംഗ് സൗകര്യം, സേവന സന്നദ്ധരായ സ്റ്റാഫ്, പ്രത്യേക ഹോൾസെയിൽ വിഭാഗം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് എഡ്യൂമാൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഇരട്ടി ക്രിസ്ത്യൻ പള്ളിക്ക് എതിർവശം ആരംഭിച്ച ഷോറൂമിൽ ഇരുനിലകളിലായി കുട്ടികളുടെ പഠനോപകരണങ്ങൾ, ഒപ്പം സ്പോർട്സ് ഉപകരണങ്ങളും മൊമൻറ്റോകളും പുസ്തകങ്ങളും സ്കൂൾ ലാബ് ഐറ്റംസ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്.
ആദ്യ വിൽപ്പന വാർഡ് കൗൺസിലർ VP അബ്ദുൾ റഷീദ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. വിളമന കരിവെണ്ണൂരിലെ മൈലപ്രവൻ ബാലൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഭാര്യ ഓമന, മക്കൾ സുനീഷ്, സുമേഷ്, മരുമക്കൾ ശരണ്യ, സുനീഷ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കോളിക്കടവ് പായം പഞ്ചായത്ത് ശ്മശാനത്തിൽ. ഇരട്ടി വള്ളിയാടിയിലെ KC കുഞ്ഞിക്കുറുവൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഭാര്യ പരേധ്യായ PP മാധവിയമ്മ, മക്കൾ അശോകൻ, സുധാകരൻ, സുദീപൻ, സനോജ് കുമാർ, അനിതാകുമാരി, ഷിബു, രമണി, പരേധ്യായ പ്രേമ. മരുമക്കൾ ജിഷ, ഭവിത, നൈസ, സുമതി, രമ്യ, പരേതരായ കുഞ്ഞിക്കണ്ണൻ, ഗോപാലൻ. കല്ലടി പാറേപ്പട്ടണത്തെ പന്തപ്ലാക്കൽ ഷിജി അന്തരിച്ചു. 40 വയസ്സായിരുന്നു. പരേതനായ ജോസഫ്, ഡേസി ദമ്പതികളുടെ മകളാണ്. സഹോദരങ്ങൾ മിനി, ഷീച്ച, ഷിനോ. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 8:30 പേരാവ് സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയ സെമിത്തേരിയിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 205, പേരാവൂർ 205.50, കൊട്ടിയൂർ 205. റബ്ബർ ലോട്ട് ഇരിട്ടി 188, പേരാവൂർ 195.50, കൊട്ടിയൂർ 195. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 124, കൊട്ടിയൂർ 124. കുരുമുളക് ഇരിട്ടി 650, പേരാവൂർ 645, കൊട്ടിയൂർ 640. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 330, കൊട്ടിയൂർ 325. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6730, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ കോളയാട് ടൗണിൽ റോഡരികിലെ ഉണങ്ങിയ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. ഇരട്ടി പേരാവൂർ റൂട്ടിൽ ഓവുചാൽ നിർമ്മിക്കുന്നതിനൊപ്പം റോഡരികിൽ കുഴിയെടുത്ത സംഭവം. ആളുകൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ റോഡരികിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കി. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.